ED ശശിധരൻ കർത്തായുടെ മകളെ ചോദ്യം ചെയ്യുന്നു. എറണാകുളത്ത് ED ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. ഷിബി കർത്ത എന്ന മകള് ആണ് അവരാദ്യമായിട്ട് ചോദ്യം ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ മകന്, ശശിധരൻ കർത്തയുടെ മകൻ ഹാജരാകണമെന്ന് പറഞ്ഞെങ്കിലും ഹാജരായിട്ടില്ല. നാളെ വന്നേക്കും. ശശിധരൻ കർത്തയെയും അദ്ദേഹത്തിൻ്റെ മകൻ ശരൺ എസ് കർത്തയെയും നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരും ഇന്നും നാളെയൊക്കെ ആയിട്ട് വരും എന്നാണ്. പക്ഷേ തുടക്കത്തിൽ ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ഷബി കർത്ത എന്ന ശശിധരൻ കർത്തയുടെ മകളെയാണ് എറണാകുളത്ത് ചോദ്യം ചെയ്യുന്നത്. രാവിലെ നോട്ടീസ് കൊടുത്തതിന് ശേഷം അവർ മാത്രം വന്നിട്ടുണ്ട്. ശശിധരൻ കർത്തയുടെ മകളെ ചോദ്യം ചെയ്യുന്നതിന് പ്രത്യേകം ഉദ്ദേശമുണ്ട്. കാരണം നിപുണ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടറാണ് ഷബി കർത്ത എന്ന മകള്. അപ്പോൾ അദ്ദേഹത്തിന് അവരെ ഇന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ശശിധരൻ കർത്തയെയും മകനെയും ചോദ്യം ചെയ്യും. ഇവരെ ചോദ്യം ചെയ്ത ശേഷം വീണ വിജയനെ ചോദ്യം ചെയ്യും എന്നാണ് കരുതുന്നത്. ബുധനാഴ്ച അവർ ഹാജരാകാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. വരുമോ ഇല്ലയോ എന്നറിയത്തില്ല. അവർ നിയമപരമായ ഉപദേശം തേടിയിട്ടായിരിക്കും അടുത്ത പ്രവൃത്തി അവർ ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് വീണ വിജയനെ ചോദ്യം ചെയ്തുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അവരുടെ പേരിൽ സ്ഥാപനമുണ്ട്, അവരുടെ പേരിൽ മണി ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അത് ആ പണം എങ്ങോട്ട് പോയെന്ന് അവർക്ക് പറയാൻ കഴിയില്ല, അവർക്കറിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇപ്പോൾ EDയുടെ കയ്യിൽ CMRലെ വിവരങ്ങൾ, ഡീറ്റെയിൽസ് ഉണ്ട്. എംപവർ ഇന്ത്യ എന്ന ഒരു കമ്പനി ഈ മകൻ്റെ പേരിൽ ശരൺ എസ് കർത്തായ്ക്കും ശശിധരൻ കർത്തായ്ക്കും മറ്റൊരു സ്ഥാപനമാണ് എംപവർ ഇന്ത്യ. അവിടുന്ന് ഒരു 50 ലക്ഷം രൂപ വീണ വിജയനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വിവരങ്ങൾ കൂടുതലായിട്ടൊക്കെ അറിയണം. പിന്നെ നിപുണ എന്നൊരു സ്ഥാപനം, നിപുണ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു സ്ഥാപനം ഈ മകളുടെ പേരിലാണ്. ഷിബി എൻ കർത്തായുടെ പേരിലാണ്. അപ്പോൾ അവരെയാണ് ഇപ്പം പ്രാരംഭമായിട്ട് ചോദ്യം ചെയ്യുന്നത്. അതിനകത്ത് നിപുണ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡായിട്ട് തീർച്ചയായിട്ടും അതിനകത്ത് മണി ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടാവും. ഇവിടെ വന്നിരിക്കുന്ന 1600 കോടിയുടെ ട്രാൻസാക്ഷൻ 2019-നും 2023-നും ഇടയ്ക്ക് ഈ മണൽ വിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. അതുകൊണ്ട് ആ പണം എങ്ങോട്ടൊക്കെ പോയി എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് നിപുണ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് കൂടെ വിദേശത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇതിനകത്ത് പല പല പുതിയ ചില ആക്റ്റുകളുടെ പരിധിയിലേക്ക് കേസിൻ്റെ അന്വേഷണം നീങ്ങും എന്നാണ് ഞാൻ കരുതുന്നത്. 1,72,00,000 രൂപ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട് വീണ വിജയന്. പിന്നെ അത് 1,78,00,000 രൂപയുടെ കണക്ക് പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വ്യക്തമായ ഒരു കണക്കല്ല, എങ്കിലും പുറത്തു വരുന്ന വാർത്തകൾ ഇങ്ങനെയാണ്. അങ്ങനെ 2,78,00,000 രൂപയുടെ കണക്ക് വീണ വിജയൻ ബോധിപ്പിക്കണം EDയുടെ. എവിടുന്ന് എന്ത് കാര്യത്തിന് ആ പണം വന്നു, എങ്ങോട്ട് പോയി, ഇൻ്റർനാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ പോയിട്ടുണ്ടോ, അതിന് അനുവാദത്തോടുകൂടിയാണോ പോയിരിക്കുന്നത്, ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ അവരോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. അതിന് വ്യക്തമായ ഒരു ഉത്തരം അവർക്ക് നൽകാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ പണം എങ്ങോട്ട് പോയി അവരെ ഇനി നോട്ടീസ് കൊടുത്ത് ചോദ്യം ചെയ്യും. ആ പണം വേറെ ആരുടെയൊക്കെ അക്കൗണ്ടിലാണ് പോയിരിക്കുന്നത് അവരെ ഏതായാലും സമൻസ് കൊടുത്ത് വിളിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അന്വേഷണം ഇപ്പം കുറച്ച് ഗൗരവമായിട്ട് മുന്നോട്ട് പോകുകയാണ്. ഏതായാലും ഇതിനകത്ത് വീണ വിജയൻ സഹകരിച്ചില്ലെങ്കിൽ അവരെ നോട്ടീസ് കൈപ്പറ്റിയിട്ടും അവർ അവധി ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അറസ്റ്റിലേക്ക് തന്നെ നീങ്ങും എന്നാണ്. കാരണം ഡൽഹിയിലെ നമുക്കറിയാം, അവിടെ EDയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴേ അവിടുത്തെ പഞ്ചാബിലെ ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്തു ED അടുത്ത ദിവസങ്ങളിൽ. അതുകൊണ്ട് ഒരു മന്ത്രിസ്ഥാനം ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ മുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ ഒന്നും EDയുടെ അറസ്റ്റിന് വിഘാതമല്ല എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ വീണ വിജയന് പണം പിണറായി വിജയനിൽ കൂടെയാണ് പോയെങ്കിൽ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തിരിക്കും, അദ്ദേഹത്തിനെ അവർ വിളിച്ചു വരുത്തും. അപ്പോൾ അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ഇനി മുന്നോട്ട് വരും എന്നാണ് ഞാൻ കരുതുന്നത്.